ഉൽക്കൻ അഥവാ ഉൽക്കലൻ വൈവസ്വതമനുവിന്റെ പുത്രൻ. ഉൽക്കോചം ഒരു പുണ്യസ്ഥലം. ദേവലൻ എന്ന മുനിയുടെ അനുജനായ ധൗമ്യൻ ഉൽക്കോച തീർത്ഥത്തിലാണ് വസിച്ചിരുന്നത്. പാണ്ഡവന്മാർ അവിടെ ചെന്ന് ധൗമ്യനെ പുരോഹിതനാക്കി. ഉൽഭണൻ വൈവസ്വതമനുവിന്റെ വംശത്തിലെ ഒരു രാജാവ്. ഉൽമുഖൻ ചാക്ഷുഷമനുവിനെ നഡ്വലയിലുണ്ടായ 11 പുത്രന്മാരിൽ ഒരുവൻ. ഇദ്ദേഹത്തിന് പുഷ്കരണിയിൽ അങ്കൻ, സുമനസ്, ഖ്യാതി, ക്രതു, അങ്കിരസ്, ഗയൻ എന്ന് 6 പുത്രന്മാരുണ്ടായിരുന്നതായി ഭാഗവതം ചതുർസ്കന്ധത്തിൽ കാണുന്നു. വൃഷ്ണിവംശത്തിലെ മഹാരഥനായ ഒരു രാജകുമാരനും ഉൽമുഖൻ എന്നു പേരുണ്ടായിരുന്നു. ഇദ്ദേഹം യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ പങ്കെടുത്തതായി മഹാഭാരതം സഭാപർവത്തിൽ കാണുന്നു. പ്രഭാസ ക്ഷേത്രത്തിൽ വെച്ച് പാണ്ഡവന്മാരെ കാണാൻ വന്ന വൃഷ്ണിവംശ രാജാക്കന്മാരുടെ കൂടെ ഉൽമുഖനും ഉണ്ടായിരുന്നു. ഉൽമുഖൻ മുതലായ വൃഷ്ണി രാജാക്കന്മാർ യുദ്ധത്തിന് വരുന്ന വിവരമോർത്ത് ധൃതരാഷ്ട്രർ ഭയപ്പെട്ടു. അതിൽ നിന്നും ഉൽമുഖൻ ഒരു യുദ്ധവിദഗ്ധനായിരുന്നുവെന്ന് അനുമാനിക്കാം. ഉർവര കുബേരന്റെ കൊട്ടാരത്തിലെ ഒരു അപ്സര സ്ത്രീ. അവൾ മറ്റു ചില അപ്സരസുകളോടൊന്നിച്ച് അഷ്ടാവക്രൻ എന്ന മുനിയുടെ അടുക്കൽ വന്ന് നൃത്തം ചെയ്തു. ഉർവരീയാൻ പ്രജാപതിയായ പുലഹന്റെ പുത്രൻ. പുലഹന് തന്റെ പത്നിയായ ക്ഷമയിൽ കർദമൻ, ഉർവരീയാൻ, സഹിഷ്ണു എന്നിങ്ങനെ 3 പുത്രന്മാർ ജനിച്ചു. ഉർവശി പ്രസിദ്ധയായ ഒരു അപ്സര സ്ത്രീ. ഉർവശിയുടെ ജനനം. പണ്ടൊരിക്കൽ നരൻ, നാരായണൻ എന്നീ മഹർഷിമാർ പരിശുദ്ധ ബദരീകാശ്രമത്തിൽ 1000 വർഷം ബ്രഹ്മത്തെ തപസ്സു ചെയ്തു വസിച്ചു. നരനാരായണന്മാർ ബ്രഹ്മപുത്രനായ ധർമ്മന് ജനിച്ച 2 സന്താനങ്ങളാണ്. ഇവരുടെ അതിഘോരമായ തപസ്സു കണ്ട് ഇന്ദ്രൻ ഭയാകുലനായിത്തീർന്നു. നരനാരായണന്മാർ ഇന്ദ്രപദവി ആഗ്രഹിച്ചാണ് വൻ തപം ചെയ്യുന്നതെന്നും താൻ സ്ഥാനഭ്രഷ്ടനായേക്കുമെന്നും വിചാരിച്ച് ആ ഭീരു മുനിമാരുടെ അടുക്കൽ വന്ന് ഏതെങ്കിലും വരം ചോദിച്ചുകൊള്ളുവാൻ പറഞ്ഞു. ഇന്ദ്രൻ പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടും അവർ അനങ്ങുകയോ ഒരക്ഷരം പോലും ഉച്ചരിക്കുകയോ ചെയ്തില്ല. ഇന്ദ്രന് ഭയം അധികമായി. അതിനാൽ ഭയമോഹാദികളെ ജനിപ്പിക്കുന്ന മായയെ സൃഷ്ടിച്ച് തപോവിഘ്നം ചെയ്യുവാൻ ഇന്ദ്രൻ നിശ്ചയിച്ചു. സിംഹം, ആന, പെരുമ്പാമ്പ് മുതലായ ഭീകരജന്തുക്കളെയും കാറ്റ്, മഴ, കാട്ടുതീ, കൊടുങ്കാറ്റ് മുതലായ പ്രകൃതി വൈചിത്ര്യങ്ങളെയും സൃഷ്ടിച്ച് അവരെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ടൊന്നും അവർ കുലുങ്ങിയില്ല. ഇതെല്ലാം കൊണ്ട് നിരാശനായ ഇന്ദ്രൻ കാമദേവനെ വരുത്തി ഒരാലോചന നടത്തി. അതിനുശേഷം നരനാരായണന്മാരുടെ തപസ്സു മുടക്കുന്നതിനു വേണ്ടി കാമദേവനും രതീദേവിയും അനേകം അപ്സരസുകളോടുകൂടി ഗന്ധമാദന പർവ്വതത്തിലുള്ള ബദരികാശ്രമത്തിൽ വന്നുചേർന്നു. അവർ കാട്ടിൽ വസന്തകാലം സൃഷ്ടിച്ചു. രംഭ തുടങ്ങിയ സംഗീത രസികകൾ മുനിമാരുടെ മുന്നിൽ വന്ന് പാട്ടും ആട്ടവും തുടങ്ങി. നരനാരായണന്മാരുടെ ഹൃദയങ്ങൾ വികാരതരളിതമായി തീർന്നു. അവർ കണ്ണു തുറന്നപ്പോൾ മേനക, രംഭ, തിലോത്തമ്മ, സുകേശിനി, മനോരമ, മഹേശ്വരി, പുഷ്പഗന്ധ, പ്രമദ്വര, ഘൃതാജി, ചന്ദ്രപ്രഭ, സോമ, വിദ്യുന്മാല, അംബുജാക്ഷി, കനകമാല തുടങ്ങിയ സ്വർലോക സുന്ദരികൾ അവരുടെ 10,080 തോഴിമാരോടുകൂടി മുന്നിൽ നിൽക്കുന്നു. ക്ഷുഭിതനായ നാരായണമുനി തന്റെ കൈകൊണ്ട് തുടമേൽ മെല്ലെ ഒന്നടിച്ചു. ഉടനെ തന്നെ അവിടെ നിന്ന് അതിസുന്ദരിയായൊരു സ്ത്രീ ഉദ്ഭവിച്ചു. നാരായണന്റെ ഊരുവിൽ നിന്നുണ്ടാകയാൽ ആ ത്രൈലോക്യ സുന്ദരിയുടെ പേര് ഉർവശി എന്നായി തീർന്നു. മറ്റുള്ളവരെല്ലാം ആ നൂതന സൃഷ്ടിയെ കണ്ട് അത്ഭുതപ്പെട്ടു നിന്നുപോയി. തദനന്തരം മറ്റു പല അത്ഭുത സുന്ദരിമാരെയും സൃഷ്ടിച്ചു. നാരായണ മഹർഷി അവരെയെല്ലാം ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ ലജ്ജയോടുകൂടി സ്ത്രീകളെ ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ ഉർവശി ദേവലോകത്ത് വന്നു. ഉർവശിയുടെ സ്ഥാനം. ഉർവശിക്ക് ദേവലോകത്ത് പാട്ടുകാരിൽ 11ാം സ്ഥാനമുണ്ടായിരുന്നതായി മഹാഭാരതത്തിൽ കാണുന്നു. മേനക, സഹജന്യ, കർണിക, പുഞ്ചികസ്ഥല, ഋതുസ്ഥല, ഘൃതാജി, വിശ്വാജി, പൂർവചിത്തി, ഉല്ലോച, പ്രമ്ലോച്ച ഇവരാണ് പാട്ടുകാരായ മറ്റ് 10 ദേവകന്യകകൾ. നൃത്തത്തിൽ കൂടുതൽ വൈദഗ്ധ്യം സമ്പാദിച്ച ദേവസ്ത്രീകൾ അനുജാന, അദ്രിക, സോമകേശി, മിശ്ര, അലംബുഷ, മരീചി, ശൂചിക, വിദ്യുൽപർണ, തിലോത്തമ്മ, അംബിക, ക്ഷേമ, രംഭ, സുബാഹു, അസിത, സുപ്രിയ, പുണ്ഡരീക, സുഗന്ധ, സുരസ, പ്രമാധിനി, കാമ്യ, ശാരദ്വതി എന്നിവരായിരുന്നു.
ഉർവശി ദേവകന്യകകളിൽ 1-ാം സ്ഥാനം നേടിയത് തന്റെ അതുല്യമായ സൗന്ദര്യത്തിലായിരുന്നു. ഉർവശിയും പൂരൂരുവസും. ബുധന് ഇളയിൽ ജനിച്ച കുമാരനാണ് പൂരൂരുവസ്. കുമാരൻ വളർന്ന് ഒരു പ്രസിദ്ധ രാജാവായി തീർന്നു. ഈ രാജസിംഹന്റെ പ്രതാപചന്ദ്രിക സ്വർലോകത്തിലും പരന്നു. അന്നൊരിക്കൽ ബ്രഹ്മാവ് ഉർവശിയെ "നീ ഭൂമിയിൽ പോയി ജനിക്കുക" എന്ന് ശപിക്കുകയുണ്ടായി. ഉർവശിയെ ശപിച്ചത് ബ്രഹ്മാവാണെന്ന് ദേവി ഭാഗവതത്തിലും മിത്രാവരുണന്മാരാണെന്ന് ഭാഗവതത്തിലും കാണുന്നു. ഉർവശി പൂരൂരുവസിന്റെ ഗുണഗണങ്ങൾ കർണാകർണികയ കേട്ടപ്പോൾ തന്നെ ആ രാജാവിൽ അനുരക്തയായി. ആ ദേവസ്ത്രീ ഭൂമിയിലെത്തി പൂരൂരുവസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. രൂപലാവണ്യം നിമിത്തം ഉടനെ തന്നെ ഇരു കൂട്ടരും മോഹബദ്ധരായി. രാജാവ് ഉർവശിയോട് തന്റെ ഭാര്യയായിരിക്കാൻ ആവശ്യപ്പെട്ടു. ഉർവശി ഇത് സമ്മതിച്ചെങ്കിലും താഴെ പറയുന്ന 3 വ്യവസ്ഥകൾക്ക് വിധേയനായിരിക്കണമെന്ന് അപേക്ഷിച്ചു. "ഞാൻ എന്റെ സ്വന്തം പുത്രന്മാരെ പോലെ വളർത്തിക്കൊണ്ടുവരുന്ന 2 ആട്ടിൻകുട്ടികൾ എന്റെ കൂടെയുണ്ട്. അവയെ യാതൊരു കേടും കൂടാതെ രാജാവ് രക്ഷിച്ചുകൊള്ളണം. ഞാൻ നെയ്യ് മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. അതല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുവാൻ എന്നെ നിർബന്ധിക്കരുത്. മൈഥുന സമയത്തല്ലാതെ മറ്റൊരവസരത്തിലും നഗ്നനായി എന്റെ മുന്നിൽ എത്തിക്കൂടാ." ഈ വ്യവസ്ഥകളെല്ലാം രാജാവ് സമ്മതിച്ചു. അന്നു മുതൽ ഉർവശി രാജാവിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ തന്നെ താമസം തുടങ്ങി. ഉർവശിയും പൂരൂരുവസും ഒരു നിമിഷം പോലും പിരിയാതെ ദീർഘകാലം കഴിച്ചുകൂട്ടി. അപ്പോഴേക്ക് ദേവലോകത്ത് ഉർവശിയെ അന്വേഷണം തുടങ്ങി. നടനകലയിൽ അദ്വിതീയയായ ഉർവശിയില്ലാത്ത ഇന്ദ്രസദസ്സിൽ ദേവേന്ദ്രന് അല്പം പോലും അഭിരുചിയുണ്ടായില്ല. അന്വേഷണ ഫലമായി ഉർവശി പൂരൂരുവസിന്റെ കൊട്ടാരത്തിലുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ ആ ദേവസ്ത്രീയെ ഏതു വിധത്തിലെങ്കിലും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇന്ദ്രൻ ഗന്ധർവന്മാരോട് ആവശ്യപ്പെട്ടു. വിശ്വാവസു മുതലായ ഗന്ധർവന്മാർ ഉടൻ തന്നെ പൂരൂരുവസിന്റെ കൊട്ടാരത്തിലെത്തി അവിടെ തക്കവും തരവും കാത്തിരിപ്പായി. ഒരു അർദ്ധരാത്രിയിൽ ഗന്ധർവന്മാർ ആട്ടിൻകുട്ടികളെ മോഷ്ടിച്ച് ആകാശമാർഗേണ കൊണ്ടുപോയി. ആ ഘട്ടത്തിൽ രാജാവ് ഉർവശിയോടുകൂടി അന്തപുരത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. ആട്ടിൻകുട്ടികളുടെ കരച്ചിൽ കേട്ട് ഉർവശി പരിഭ്രമിച്ചു. 2 ആട്ടിൻകുട്ടികളെ രക്ഷിക്കാൻ കഴിവില്ലാത്ത രാജാവിനെ ഉർവശി ശകാരിച്ചു തുടങ്ങി. ഉർവശിയുടെ പരുഷവാക്കുകൾ കേട്ടപ്പോൾ രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റ് വില്ലും അമ്പുമെടുത്ത് ആ രോദന ശബ്ദത്തെ പിന്തുടരാൻ തുനിഞ്ഞു. ഗന്ധർവന്മാർ ആ അവസരം നോക്കി രാജാവിന്റെ ശയ്യാഗൃഹത്തിൽ ഇടിമിന്നൽ പ്രകാശിപ്പിച്ചു. ആ വെളിച്ചത്തിൽ കൂടെ ഉർവശി കണ്ടത് നഗ്നനായി നിൽക്കുന്ന രാജാവിനെയാണ്. പൂരൂരുവസ് വില്ലും അമ്പും ധരിച്ച് പുറത്തിറങ്ങുന്നതിന് മുമ്പായി തന്നെ ഗന്ധർവന്മാർ കൃതകൃത്യരായി ആട്ടിൻകുട്ടികളെയും വിട്ട് ഓടിക്കളഞ്ഞിരുന്നു. ആ ആട്ടിൻകുട്ടികളെയും പിടിച്ചുകൊണ്ട് രാജാവ് നിമിഷ നേരത്തിനുള്ളിൽ അന്തപുരത്തിൽ വന്നു. അപ്പോഴേക്കും ഉർവശി കൊട്ടാരം വിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. രാജാവ് വിഷമിച്ച് ഉർവശിയെ തേടി നാടെങ്ങും തിരഞ്ഞു. ഒടുവിൽ കുരുക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ വെച്ച് പൂരൂരുവസ് ഉർവശിയെ ഒരിക്കൽ കൂടി കാണുവാനിടയായി. രാജാവ് താണു വീണ് ഉർവശി തിരികെ കൊട്ടാരത്തിൽ വരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഉർവശി രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: "സ്ത്രീകൾ ചെന്നായ്ക്കളെ പോലെയാണ്. അവരോട് സഖ്യം ചെയ്യരുത്. സ്ത്രീകളിലും തസ്കരന്മാരിലും രാജാക്കന്മാർ വിശ്വസിക്കുകയും ചെയ്യരുത്." ഇത്രയും പറഞ്ഞ ശേഷം ഉർവശി അന്തർധാനം ചെയ്തു. പൂരൂരുവസിനെ ഉർവശിയുമായി വിരഹമുണ്ടാകുവാൻ കാരണം, ഒരു ദിവസം ദേവേന്ദ്രന്റെ ക്ഷണം സ്വീകരിച്ച് അസുരയുദ്ധത്തിൽ സഹായിക്കുന്നതിനു വേണ്ടി പൂരൂരുവസ് സ്വർഗത്തിലേക്ക് പോയി. ആ യുദ്ധത്തിൽ മായാധരൻ എന്ന അസുരശ്രേഷ്ഠനെ കൊന്ന ശേഷം ഇന്ദ്രൻ ഉത്സവം കൊണ്ടാടി. ആ ഉത്സവത്തിൽ ആചാര്യനായ തുമ്പുരുവിന്റെ മുമ്പാകെ ആടുന്ന രംഭയുടെ അഭിനയത്തിൽ തെറ്റുകാണുകയാൽ പൂരൂരുവസ് പരിഹസിച്ചു. രംഭ ഇതുകണ്ട് രാജാവിനെ പരിഹസിച്ചു. രാജാവിന് നൃത്തത്തെപ്പറ്റി എന്തറിയാമെന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. രംഭയുടെ ഗുരുവായ തുമ്പുരുവിനേക്കാൾ കൂടുതൽ നൃത്തം ഉർവശിയിൽ നിന്നും താൻ പഠിച്ചിട്ടുണ്ടെന്ന് രാജാവ് അഭിമാനത്തോടുകൂടി വ്യക്തമാക്കി. ഇത് കേട്ട് തുമ്പുരു കോപിച്ചു. രാജാവിന് ഉർവശിയുമായി വിരഹമുണ്ടാകട്ടെ എന്ന് തുമ്പുരു ശപിച്ചു. അനന്തരം പൂരൂരുവസ് ദുഃഖത്തോടുകൂടി കൊട്ടാരത്തിലേക്ക് പോന്നു. അതിനുശേഷം ഗന്ധർവന്മാർ ഉർവശിയെ കൊണ്ടുപോയി. പൂരൂരുവസ് ശാപം നീങ്ങുന്നതിനു വേണ്ടി ബദരികാശ്രമത്തിൽ പോയി വിഷ്ണുവിനെ തപസ്സു ചെയ്തു. വിരഹാതുരയായ ഉർവശി ചിത്രത്തിൽ എഴുതപ്പെട്ടവൾ എന്ന പോലെ ഗന്ധർവന്മാരുടെ കീഴിൽ നിർവികാരയായി നിന്നു. പൂരൂരുവസിന്റെ തപോനിഷ്ഠയിൽ ഭഗവാൻ പ്രസാദിച്ചു. ഗന്ധർവന്മാർ അവളെ രാജാവിന് തന്നെ കാഴ്ചവെച്ചു. തന്നിമിത്തമാണ് വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും രാജാവിന് ഉർവശി സമാഗമം ഉണ്ടാകുവാൻ കഴിഞ്ഞത്. പൂരൂരുവസിന് ഉർവശിയിലുണ്ടായ പുത്രന്മാർ. കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശി വേർപിരിയുവാൻ തുടങ്ങിയപ്പോൾ രാജാവിന് വലിയ കുണ്ഠിതമുണ്ടായി. ഇത് കണ്ട് ഉർവശി പറഞ്ഞു: "അല്ലയോ രാജാവേ, അങ്ങേക്ക് എന്നോട് ഒന്നിച്ചു തന്നെ വസിക്കണമെങ്കിൽ അങ്ങ് ഗന്ധർവന്മാരെ ഭജിക്കുക. അവർ സന്തുഷ്ടരായി എന്നെ അങ്ങേക്ക് തരും.
സങ്കടപ്പെടാതിരിക്കുക. ഞാനിപ്പോൾ ഗർഭിണിയാണ്. അങ്ങ് 1 വർഷം തികയുമ്പോൾ ഈ സ്ഥലത്ത് വരണം. അന്ന് ഒരു രാത്രി നമുക്കൊന്നിച്ചു കഴിഞ്ഞുകൂടാം. അന്നും നമുക്കൊരു പുത്രൻ ജനിക്കും. അത് കേട്ട് രാജാവ് സന്തുഷ്ടനായി തിരികെ പോന്നു. 1 വർഷം തികഞ്ഞപ്പോൾ രാജാവ് വീണ്ടും കുരുക്ഷേത്രത്തിൽ ചെന്ന് ഒരു രാത്രി ഉർവശിയോടുകൂടി രമിച്ചു. ഉർവശി തദവസരത്തിൽ സുന്ദരനായ ഒരു പുത്രനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു മറഞ്ഞു. രാജാവ് അവിടെ ഇരുന്ന് ഗന്ധർവന്മാരെ സ്തുതിച്ചു. ഗന്ധർവന്മാർ രാജാവിനെ ഒരു അഗ്നിസ്ഥാലി പ്രദാനം ചെയ്തു. ചിത്തവിഭ്രാന്തി മൂലം ഉർവശി എന്നോർത്ത് അഗ്നിസ്ഥാലിയും എടുത്ത് രാജാവ് കാട്ടിൽ കൂടി നടന്നു. ഒടുവിൽ അഗ്നിസ്ഥാലി കാട്ടിൽ വച്ച ശേഷം രാജാവ് കൊട്ടാരത്തിലേക്ക് പോന്നു. അന്ന് ത്രേതായുഗം ആരംഭിക്കുകയും പോരൂരുവസിന്റെ മനസ്സിൽ വേദങ്ങൾ 3ആയി തോന്നുകയും ചെയ്തു. രാജാവ് വീണ്ടും വനത്തിൽ ചെന്ന് അഗ്നിസ്ഥാലി എടുത്തു. അതിനുശേഷം രാജാവ് അരയാൽ കൊണ്ട് 2 അരണിക്കോൽ നിർമ്മിക്കുകയും അവയുടെ മധ്യേ സ്വശരീരം വെച്ച് അഗ്നിയുണ്ടാക്കുകയും ചെയ്തു. ആ അഗ്നിക്ക് ജാതവേദസ് എന്നു പേരു പറഞ്ഞു. ജാതവേദസ് അങ്ങനെ പോരൂരുവസിന്റെ പുത്രനായി തീർന്നു. ജാതവേദസിൽ നിന്നും പോരൂരുവസ് 3 അഗ്നികൾ ജനിപ്പിച്ചു. അവരിൽ ഒന്നാമത്തേതിന് പ്രണവം എന്നും, രണ്ടാമത്തേതിന് നാരായണൻ എന്നും, മൂന്നാമത്തേതിന് അഗ്നിവർണ്ണൻ എന്നും പേരുകൾ പറയപ്പെടുന്നു. പോരൂരുവസിന് ഉർവശിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ച 6 പുത്രന്മാർ ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ എന്നിവരാകുന്നു. പോരൂരുവസിനെയും ഉർവശിയെയും ദുർമദൻ എന്ന ഒരു ഗന്ധർവനും ഉന്മദ എന്ന ഒരു വിദ്യാധരിയും കൂടി കബളിപ്പിച്ച കഥ വളരെ പ്രസിദ്ധമാണ്. ഉർവശി നിമിത്തം മിത്രാവരുണന്മാരിൽ നിന്നും അഗസ്ത്യനും വസിഷ്ഠനും ജനിച്ചത്. ഇക്ഷ്വാകു രാജവംശത്തിൽ പണ്ട് നിമി എന്നു പേരായ അതിപ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വളരെക്കാലം ദീർഘിക്കുന്ന ഒരു യാഗം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. യാഗത്തിന് വേണ്ട കോപ്പുകളെല്ലാം കൂട്ടി ഭൃഗു, അങ്കിരസ്, വാമദേവൻ, പുലസ്ത്യൻ, പുലഹൻ, ഋചീകൻ മുതലായ മുനിമാരെയെല്ലാം ക്ഷണിച്ചു വരുത്തി. ഒടുവിൽ വസിഷ്ഠനെയും ക്ഷണിച്ചു. ആ ഘട്ടത്തിൽ ഇന്ദ്രനും ഒരു യാഗം ആരംഭിച്ചിരുന്നതിനാൽ വസിഷ്ഠൻ നിമിയെ വിട്ട് ദേവലോകത്തെത്തി. താൻ തിരിച്ചു വരുമ്പോൾ യാഗം നടത്തിക്കൊടുക്കാമെന്ന് വസിഷ്ഠൻ നിമിയോട് പറഞ്ഞിരുന്നു. നിമി ചക്രവർത്തിക്ക് അതൊട്ടും ഇഷ്ടമായില്ല. ഗൗതമ മഹർഷിയെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് യാഗം ആരംഭിച്ചു. വസിഷ്ഠൻ 500 വർഷം നീണ്ടുനിന്ന ഇന്ദ്രയാഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും നിമിയുടെ യാഗം അവസാനിച്ചിരുന്നു. വസിഷ്ഠൻ നിമിയെ നീ ദേഹമില്ലാത്തവനായി തീരട്ടെ എന്ന് ശപിച്ചു. വസിഷ്ഠനും അങ്ങനെ തന്നെ ആയി തീരട്ടെ എന്ന് രാജാവും പ്രതിശാപം കൊടുത്തു. ദുഃഖിതനായ വസിഷ്ഠൻ അച്ഛനായ ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു: നീ മിത്രാവരുണന്മാരുടെ തേജസ്സിൽ നിന്ന് കലർന്ന് അവിടെ സ്ഥിരമായി ഇരുന്നു കൊള്ളുക. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ നിനക്ക് തീർച്ചയായും അയോനിജനായി പിറപ്പാൻ സാധിക്കും. വസിഷ്ഠൻ ഈ വാക്ക് കേട്ട് മിത്രാവരുണന്മാരുടെ ആശ്രമത്തിലെത്തി. അദ്ദേഹം തന്റെ ദേഹത്തെ അവിടെ ഉപേക്ഷിച്ച് മിത്രാവരുണന്മാരുടെ തേജസ്സിൽ ലയിച്ചു വസിച്ചു. ഇങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഉർവശി ആ ആശ്രമത്തിൽ വന്നു. മിത്രാവരുണന്മാർക്ക് അവളെ കണ്ട് ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. രേതസ് അവിടെ വച്ചിരുന്ന ഒരു കുടത്തിൽ വീണു. അതിൽ നിന്ന് അതിയോഗ്യന്മാരായ 2 പുത്രന്മാർ ജനിച്ചു. അവരിൽ ആദ്യമുണ്ടായവൻ അഗസ്ത്യനും രണ്ടാമത്തേവൻ വസിഷ്ഠനുമായിരുന്നു. ഉർവശിയെ അഗസ്ത്യൻ ശപിച്ചത്. ഒരിക്കൽ അഗസ്ത്യൻ ഇന്ദ്രസദസ്സിൽ ചെന്നു. തദവസരത്തിൽ ഇന്ദ്രൻ ഉർവശിയോട് നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു. നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉർവശി ഇന്ദ്രപുത്രനായ ജയന്തനെ മുന്നിൽ കാണുകയും അയാളിൽ അനുരക്തയായി തീരുകയും ചെയ്തു. തന്മൂലം നൃത്തത്തിന് ചില തെറ്റുകളെല്ലാം പറ്റി. മഹതി എന്നു പേരുള്ള തന്റെ വീണ വായിച്ചുകൊണ്ടിരുന്ന നാരദനും ശരിയായി വായിക്കുവാൻ കഴിഞ്ഞില്ല. അഗസ്ത്യൻ കുപിതനായി ജയന്തനെ ശപിച്ച് ഒരു മുളയാക്കി തീർത്തു. അഗസ്ത്യൻ നാരദനെയും ശപിച്ചു. അതനുസരിച്ച് നാരദന്റെ വീണ ലോകരുടെ വീണയായി തീർന്നു. ഉർവശി അഗസ്ത്യശാപമേറ്റ് മാധവി എന്ന പേരിൽ ഭൂമിയിൽ ജനിച്ചു. ഉർവശി ഒരിക്കൽ അർജുനനെ ഷണ്ഠനാക്കി. ഉർവശി ഒരിക്കൽ കുബേരനെ സ്നേഹിച്ചിരുന്നതായി മഹാഭാരതം സഭാപർവത്തിൽ കാണുന്നു. ശുകദേവൻ പരമപദം പ്രാപിച്ചപ്പോൾ ഉർവശിക്ക് വലിയ വിസ്മയമുണ്ടായി. ഗംഗയുടെ മറ്റൊരു പേര് ഉർവശി എന്നാണ്. ഭഗീരഥന്റെ ഊരുവിൽ, അതായത് തുടയിൽ ഇരുന്നതുകൊണ്ട് ഗംഗയ്ക്ക് ഉർവശി എന്ന് പേരുണ്ടായി. ഉർവശി തീർത്ഥം ഒരു പുണ്യതീർത്ഥം. ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നവർ ലോകപൂജിതന്മാരായി തീരുമെന്ന് പ്രസ്താവിക്കപ്പെടുന്നു.